പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാൽ ചുറ്റപ്പെട്ട ചരിത്രവും ഐതിഹ്യങ്ങളും കൂട്ടിക്കലർന്ന ഒരു പുണ്യ സങ്കേതത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളിൽ പ്രധാനിയായ ഉത്രാളിക്കാവ് ശ്രീ രുദ്രമഹാകാളി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് ഏങ്ങാട് എന്ന ഗ്രാമത്തിൽ അകമലയുടെ താഴ്വരയിലെ പാടങ്ങൾക്കരികിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള മലനിരകൾ ക്ഷേത്രത്തിനും പൂരാഘോഷങ്ങൾക്കും ഒരു പ്രത്യേക സൗന്ദര്യവും തനിമയും നൽകുന്നു. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീ രുദ്രമഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തലമുറകളായി കൈമാറി വരുന്ന കഥകളുണ്ട്. പണ്ട് തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്ന കേളത്തച്ഛൻ തൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയപ്പോൾ കൊല്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മൂകാംബികാദേവിയുടെ ചൈതന്യമുള്ള ഓലക്കുട പാടത്തിൻ്റെ വരമ്പിൽ വെച്ചു. പിന്നീട് അത് എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല. ദേവി അവിടെ കുടികൊള്ളാൻ ആഗ്രഹിച്ചു എന്നാണ് വിശ്വാസം. ഈ സ്ഥലം ഇന്നും ശ്രീ മൂലസ്ഥാനമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. ഈ പാടശേഖരങ്ങളിൽ നെല്ല് കൊയ്യാനായി വന്ന ഒരു സ്ത്രീ തൻ്റെ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനിടയിൽ ഒരു കല്ലിൽ തട്ടി ഉടൻ തന്നെ അതിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അത് പരാശക്തിയുടെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ലളിതവും എന്നാൽ തനത് കേരളീയ ശൈലിയുള്ളതുമാണ്. ക്ഷേത്രത്തിന് താരതമ്യേന വലിപ്പം കുറവാണെങ്കിലും അതിൻ്റെ സ്ഥാനവും ഘടനയും ശ്രദ്ധേയമാണ്. സാധാരണ ശ്രീകോവിലുകൾ പോലെയല്ല ഇവിടെ കാണപ്പെടുന്നത്. മേൽക്കൂരയില്ലാത്ത ആകാശത്തേക്ക് തുറന്ന നിലയിലാണ് ഇവിടെ ശ്രീകോവിലുള്ളത്. വനദുർഗാഭാവത്തിലാണ് ദേവിയെ ഇവിടെ ആരാധിക്കുന്നത്. ഈ തുറന്ന ശ്രീകോവിൽ ക്ഷേത്രത്തിൻ്റെ പഴമയും പാരമ്പര്യവും വിളിച്ചോതുന്നു. ക്ഷേത്രത്തിൽ പ്രധാനമായും ശിവൻ, ഗണപതി, ശാസ്താവ്, നാഗങ്ങൾ എന്നിവരെയും ഉപദേവതകളായി ആരാധിക്കപ്പെടുന്നു. കുംഭമാസത്തിലെ കൊടിയേറ്റത്തോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഉത്രാളിക്കാവ് പൂരം ഒരു ഗ്രാമ മഹോത്സവം മാത്രമല്ല, 3 ദേശക്കാരുടെ ആവേശ പോരാട്ടം കൂടിയാണ്. പൂരത്തിൻ്റെ വാദ്യഘോഷങ്ങൾക്ക് അസാമാന്യ പ്രാധാന്യമുണ്ട്. ക്ഷേത്രവാദ്യ ആസ്വാദകരുടെ ഇടയിൽ ഏറെ പ്രിയങ്കരമായ ഒന്നാണ് ഉത്രാളിക്കാവിലെ നടപ്പുര പഞ്ചവാദ്യം. ക്ഷേത്ര ഗോപുരത്തോട് ചേർന്ന് നടപ്പുരയിൽ അരങ്ങേറുന്ന ഈ പഞ്ചവാദ്യം പൂരത്തിന് മാറ്റുകൂട്ടുന്നു. പാണ്ടിമേളം ഉൾപ്പെടെയുള്ള മേളങ്ങൾ ഓരോ ദേശത്തിൻ്റെയും അഭിമാന പോരാട്ടമാണ്. രാത്രിയിൽ ചുറ്റുമുള്ള മലനിരകൾക്കിടയിലെ താഴ്വാരങ്ങളിൽ അരങ്ങേറുന്ന വെടിക്കെട്ടിന് ഭംഗിയേറെയാണ്. വെളിച്ചവും ശബ്ദവും മലകൾക്കിടയിൽ തട്ടി പ്രതിധ്വനിച്ചുണ്ടാകുന്ന മുഴക്കം കാഴ്ചക്കാർക്ക് അവിസ്മരണീയമായ ഒരു അനുഭവം നൽകും. പ്രകൃതിരമണീയമായ ഈ പ്രദേശം നിരവധി മലയാള സിനിമകളിലെ രംഗങ്ങൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. ട്രെയിൻ പാതയും വയലുകളും പശ്ചാത്തലമായിട്ടുള്ള സീനുകൾ ഈ ക്ഷേത്ര പരിസരത്തിൻ്റെ പ്രത്യേകതയാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മച്ചാട് മാമാങ്കം എന്ന പ്രസിദ്ധമായ ഉത്സവവും ഇതും തമ്മിൽ ബന്ധമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾ പരസ്പരം ബന്ധിതമാണ്. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചേർക്കാം. ചൈതന്യവും ചരിത്രവും പ്രകൃതിയുടെ സൗന്ദര്യവും സമ്മേളിക്കുന്ന ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം തീർച്ചയായും ഓരോ സഞ്ചാരിയും ഭക്തനും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യസ്ഥലം കൂടിയാണ്. ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ആവേശവും ഈ ക്ഷേത്രത്തിൻ്റെ ശാന്തതയും അനുഭവിച്ചറിയാൻ നിങ്ങൾക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റു വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.